ഈ വെണ്ടയ്ക്ക കോവയ്ക്കയൊക്കെ നമ്മൾ മെഴുക്കുവരട്ടി വെക്കുമ്പം പല ഷേപ്പിൽ അരിയാറുണ്ടല്ലോ. അരിയാറില്ലേ? അരിയാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ റൗണ്ടിലും അരിയാറുണ്ട്. കോവയ്ക്ക ഇതുപോലെ തന്നെ റൗണ്ടിൽ അരിഞ്ഞ് മെഴുക്കുവരട്ടി വെക്കാറുണ്ട്. പക്ഷേ ടേസ്റ്റ് ഏതിനാണെന്ന് എനിക്കറിയത്തില്ല. ടേസ്റ്റ് എനിക്ക് തോന്നുന്നു റൗണ്ട് അരിയുന്നതാണ്. കാരണം നമ്മളത് കൂടുതലായിട്ട് ഫ്രൈ ചെയ്ത് നല്ല ബ്ലാക്ക് കളർ ആകുന്നവരെ, നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ അത് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വരത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ നീളത്തിൽ അരിയുന്നതിന് അത്രയും നമ്മൾ മൂപ്പിക്കേണ്ടതായിട്ട് ആവശ്യം വരത്തില്ല. ജസ്റ്റ് മെഴുക്കുവരട്ടി നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അഭിപ്രായം കൂടി അറിയിക്കുക. ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പി എന്നല്ല പറയുന്നത്, എല്ലാവർക്കും അറിയാം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ മെഴുക്കുവരട്ടി വെക്കുന്ന രീതികളാണ്. നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നമുക്കത് നമ്മുടേതായിട്ടുള്ള ഓരോ മെത്തേഡ്, ഓരോ രീതികളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ കറി വെച്ചെടുക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വെണ്ടയ്ക്ക അരിയുന്നത് ഷേപ്പ് വേറെ, കോവയ്ക്ക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ റൗണ്ടിൽ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്കിതിനകത്ത് ഉള്ളിയൊന്നും ചേർക്കേണ്ടതായിട്ട് വരത്തില്ല. അതൊക്കെ ജസ്റ്റ് മസാല പൊടി, മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് ഗരം മസാലയൊക്കെ ചേർത്ത് ജസ്റ്റ് കുരുമുളക് പൊടിയൊക്കെ വിതറി നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. അത് ഭയങ്കര ടേസ്റ്റാണ്. ഞാനങ്ങനെ വെക്കാറുണ്ട്. പക്ഷേ ഇനി ഞാനിവിടെ നീളത്തിലരിഞ്ഞ് തന്നെയാണ് മെഴുകുവരട്ടി വെക്കുന്ന വെണ്ടയ്ക്ക. അതിനോടൊപ്പം തന്നെ ഉള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയൊക്കെയാണ് ഇത് മെഴുകുവരട്ടി വെക്കുന്നത്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് പ്രത്യേക ഒരു രീതിയാണ്. നമ്മുടെ ഫുഡിന് ടേസ്റ്റിനും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ മലയാളി ഫുഡ്, കേരള ഫുഡൊക്കെ ഹിന്ദിക്കാർ കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇതുപോലൊന്നും വെക്കാനോ ഒന്നും അറിയത്തില്ല. അവർക്ക് ജസ്റ്റ് പച്ചക്കറികളൊക്കെ ഒന്ന് മുറിച്ചിട്ട് അവരുടേതായ രീതിയിൽ മുളകും മസാലയൊക്കെ ചേർത്ത്, ഏതിനും അവർ ഗരം മസാല ചേർക്കും. ഗരം മസാല ചേർത്ത് എല്ലാ ദിവസവും ഒരു ടേസ്റ്റിൽ തന്നെയൊക്കെയാണ് കറി വെക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് വ്യത്യസ്തമായ ടേസ്റ്റുകളും വ്യത്യസ്തമായ രുചികളൊക്കെ വേണം. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ വെക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മലയാളി ഫുഡിന് പ്രത്യേക ഒരു ഇതുണ്ട്. ഹിന്ദിക്കാർ പ്രത്യേകിച്ച് പറയും നിങ്ങളുടെ ഫുഡൊക്കെ നല്ലതാണ്. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ കഴിക്കുന്നത്. ഞാനിന്നിവിടെ ഇതുപോലെ മെഴുക്കുവരട്ടിയൊക്കെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. ഞാൻ കുരുമുളകൊക്കെ ചേർത്ത് കൊടുത്തു. മെഴുക്കുവരട്ടിയിൽ അല്പം കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഗരം മസാലപ്പൊടി ചേർക്കത്തില്ല. കാരണം എനിക്കത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കാറില്ല. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അഭിപ്രായം അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ